അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്ക എന്ന പ്രദേശത്ത് ഷെയ്ഖ് അബൂ താലിബിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു ടീമുണ്ടായിരുന്നു. വെള്ളവും ഭക്ഷണവും പാനീയങ്ങളും നൽകാതെ പട്ടിണിക്കിട്ട ഒരു വിഭാഗം. ആ പട്ടിണിക്കിട്ട വിഭാഗത്തിലെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയും തൻ്റെ അനുചരന്മാരും ഉപരോധിക്കപ്പെട്ട ഒരു സമയത്ത്, ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട ഒരു സമയത്ത് ആ നാട്ടിലൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ അടുത്തേക്ക് മക്കാ മുശ്രിക്കീങ്ങൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് ആ മുത്തുനബിയെ ഒഴിവാക്കി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം തരാം, നിങ്ങൾക്ക് സൗകര്യങ്ങൾ തിരിച്ചു നൽകാമെന്ന് പറയുമ്പോൾ ധനാഢ്യയായിരുന്ന, കുലീനയായിരുന്ന, തറവാടിയായിരുന്ന ആ ഉമ്മ അവരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് അവരോട് പുറത്തു പോകണം എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പ്രഖ്യാപിച്ചൊരു ഉമ്മയുണ്ട് നമുക്ക്. മുഅ്മിനീങ്ങളുടെ ഉമ്മയാണവർ. സ്വർഗീയാരാമങ്ങളിൽ വിരാജിക്കുന്ന തരുണീമണികളുടെ നേതാവായ, ലീഡറായ ഫാത്തിമത്ത് സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണത്. ലോകത്തിൻ്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയതമ. മുത്തുനബി തങ്ങളുടെ മക്കളിൽ 6 മക്കൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയൊരുമ്മ. ആ ഉമ്മയുടെ പേരാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദി അവറുകളുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന്, അതുകൊണ്ട് നാം അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.